പിടുത്തം വിട്ട മഴയാണ്. നല്ല ഇടിമിന്നലുണ്ട്, ഇടി വെട്ടും. ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പഴയതുപോലെ നിങ്ങളാരും നമ്മളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളത് വീഡിയോസുകളൊന്നും വരലില്ല, കുറവാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കുറവാണ്. അതൊന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ പോകുന്ന ആ ഒരു തിരക്കിലാണ്. പിന്നെ പറഞ്ഞാൽ 36 ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കുറച്ച് ദിവസം ഈ ഒരാഴ്ച ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ജോലി, സ്കൂൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ നമ്മൾ വീഡിയോസ് എടുക്കുക. പറയാനുള്ളത്, ഇന്ന് ബുധനാഴ്ചയാണ്. ഓക്കെ, 1-ാം തീയതി, മെയ് 1-ാം തീയതി, ലോക തൊഴിലാളി ദിനം. പിന്നെ ഇന്ന് നല്ല മഴയാണ് ഇവിടെ. ഇന്ന് രാവിലെ സ്കൂൾ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഓഫീസുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടു. ഇന്ന് പകൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് സ്കൂളൊരു 11:30 ആയപ്പോഴത്തേന് സ്കൂൾ വിട്ടു. 12:30 ആയപ്പോഴത്തേന് കുട്ടികളുടെ അടുത്ത് വിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ 36 ഓഫീസ് പിന്നെ കുഴപ്പമില്ല. കുട്ടികളുടെ വലിയ ജാഗ്രത കാണിക്കും. നമ്മളെ നാട്ടിലെ പോലെ അല്ല. ഇവരുടെ നിയമം പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല കാറ്റാണ്, അല്ലെങ്കിൽ ഓവർ കാറ്റാണ്, അല്ലെങ്കിൽ ഓവർ പിന്നെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കാലാവസ്ഥനെ നമ്മൾ സമ്മതിക്കണം. ഇവരെ കാലാവസ്ഥ ഭയങ്കര സംഭവമാണ്. നിരീക്ഷണ സ്ഥലം ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. കാരണം ഇവർ പറയുന്ന അച്ചട്ടാണ്. കാരണം ഇവർ പറയുന്ന പോലെ ഉണ്ടാവും, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ പിന്നെ ഇവർ നല്ല കാറ്റുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2 ദിവസം മുന്നേ മഴ ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് പെയ്തു എന്ന് പറഞ്ഞാൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ്. അത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സ്കൂൾ നേരത്തെ വിടൂല. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക. മഴയാണ്, ഇടിയാണ്, മിന്നലാണ്. പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ മഴ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടേ പെയ്യുള്ളൂ, പക്ഷേ വെള്ളം നല്ലോണം ഉണ്ടാവും, കെട്ടി നിൽക്കും ഇവിടെ വെള്ളം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ റൂമിൽ തന്നെ മാക്സിമം ഇരിക്കാൻ നോക്കുക. നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ, ഹൗസ് ഡ്രൈവർമാരുടെ ജോലി എന്ന് പറഞ്ഞാൽ അവർ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ റൂമിൽ തന്നെ. ഞാൻ എത്ര നേരം റൂമിലായിരുന്നു, ഇപ്പം ഞാൻ ഇറങ്ങിയതാണ്. ഞാൻ 7 മണിക്ക് എണീക്കുന്നത് തന്നെ. കാരണം എനിക്ക് രാവിലെ ഉറങ്ങാൻ പറ്റാത്ത സ്കൂൾ പിന്നെ വിളിച്ചതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെയായിട്ട് പോയതാണ്. പിന്നെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് കിടന്നുറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ ഫീൽ ഓൻ വന്നാണ്ട് ഓളിയും കുട്ടിയും ഇവിടെ മാളഫ് ഖത്തറിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട്, ഞാൻ എന്നോട് വിളിച്ചാണ്ട് ഒരു സാധനം വാങ്ങേണ്ടത് വാങ്ങിയിട്ട് അവരും കൂട്ടി പോകാനുള്ളതായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ സാധനം വാങ്ങിയിട്ട് ഈ പൊയ്ക്കുമെന്ന് പറയില്ലായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും പിന്നെ അപ്പോൾ എല്ലാവരും കെയർഫുൾ ആവുക. മഴയാണ്, ചിലപ്പം പേമാരി ആവാനും സാധ്യത ഉണ്ട്. ആവാതിരിക്കട്ടെ. ഓക്കെ, അങ്ങനത്തെ മഴയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും ഉണ്ട്, ഇവിടേക്ക് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലാ രാജ്യക്കാരും, എല്ലാ GCC കൺട്രിക്കാരും ശ്രദ്ധിക്കുക. നാട്ടിൽ പൊരിഞ്ഞ വെയിലാണ്. കുട്ടികളൊക്കെ 2-3 നേരം മേല് കഴുകാൻ ശ്രദ്ധിക്കുക. കാരണം ചൂടുകുരു, വേണ്ടാത്ത അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും ശ്രദ്ധിക്കുക. കുട്ടികളെ 2-3 നേരം കുളിപ്പിക്കാൻ നോക്കുക. മാക്സിമം വെള്ളം പിടിച്ച് വെച്ചിട്ട്, പിന്നെ വെള്ളം ചിലതൊക്കെ നല്ല ചൂടുണ്ടാവും. നമ്മൾ ഇവിടുത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയാണ്. ചൂടുണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ തലേന്ന് രാത്രി വെള്ളം പിടിച്ച് വെക്കും, അല്ലെങ്കിൽ പകൽ നേരത്തെ കുളിക്കും. അങ്ങനെയൊക്കെ ചെയ്യില്ല. അപ്പം വെള്ളം പിടിച്ച് വെച്ച് വെള്ളം തണുത്തതിന് ശേഷമൊക്കെ കുളിപ്പിക്കുക കുട്ടികളെ. ഓക്കെ, പൊന്നു ഇടിയാട്ടത്. നാട്ടിലെ മാതിരി തന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും കളി മുഖ്യം വെക്കില്ലേ, കളി മുഖ്യം. കാണുമ്പോൾ നെസ്റ്റോളജി അടിക്കണ്ടേ, നെസ്റ്റാളജി അല്ലേ. കളി നടക്കുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഉണ്ടോ, നല്ല മഴയാണ്. ചെറിയ മഴ ഒന്നല്ല, നല്ല മഴയാണ്. കയറട്ടെ, അവിടെയും വെള്ളം, കാലെടുത്ത് വെക്കുന്നിടത്തൊക്കെ വെള്ളമാണ്. അങ്ങനെ കിടിലൻ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ, ഓഫറുകളൊക്കെ ഉണ്ട്. ഞാനിന്ന് രാവിലെ ലാൻഡ്മാർക്കിൽ പോയി അവിടുന്ന് ക്യാരിഫോറിന് സാധനം വാങ്ങിയതാണ്. കുറച്ച് സാധനം പർച്ചേസ് ചെയ്തതാണ്. ഒരു 10-80 രൂപയോളം അവിടുന്ന് പർച്ചേസ് ചെയ്തതാണ്. പക്ഷെ അവിടുത്തെ ഓഫറൊന്നും ഇവിടെ കാണില്ല. ഒരു മലയാളിൻ്റെ അല്ലേ, ഒന്നുമില്ല. കോഴിമുട്ടിയും പിന്നെ കുബൂസൊക്കെ തന്നെ വാങ്ങാനുള്ളൂ, വേറൊന്നും വാങ്ങാനില്ല. അപ്പം ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ,
പുറത്ത് നല്ല മഴയാണ്. കണ്ടിട്ട് നടന്നിട്ട് എന്താ കാര്യം? നമ്മൾ ഇതിനോട് കൂടെ ഇങ്ങനെ തെന്നി തിരിഞ്ഞ് നടക്കാമല്ലോ. അപ്പം ഇങ്ങനെയുള്ളത് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ. ഉണ്ടോ? കുക്കറാണ്. കുക്കറിനൊക്കെ ഓഫറുണ്ട്. നമ്മൾ മിക്ക ആൾക്കാരും വന്ന് നോക്കുന്ന ഒരു ഏരിയയാണ് ഇലക്ട്രോണിക്സിൻ്റെ ഏരിയ. വെറുതെ വന്ന് ഇങ്ങനെ റേറ്റൊക്കെ നോക്കും, എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ തന്നെ പോകും. ഈ ടേക്കോണ്ട് ഇത് എത്ര പറഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ വാച്ച് അടിപൊളി വാച്ചാണത്. 159 റിയാൽ ഇവിടെ കാണിക്കുന്നത്. പുറത്ത് ഷോപ്പിൽ ഒരു മലയാളി ചേക്കൻ്റെ കടയിൽ ഇതേ സെയിം സാധനം 130 റിയാൽ 120 റിയാലിന് തരാമെന്നാണ്. ചോറും വാങ്ങും ഞാനത്. ഓക്കെ, കണ്ടോ വാച്ചുകൾ. ഞാൻ കണ്ട വേറൊരു വാച്ചുണ്ട്, ആ സാധനം ഇവിടെ കാണുന്നില്ല. നല്ല അടിപൊളി ഒരു വാച്ചുണ്ടായിരുന്നു, ഇവിടെ കാണുന്നില്ല. മോട്ടറും കാര്യങ്ങളൊക്കെ എത്തിയാണ് കേട്ടോ. കാരണം ഇവിടെ വെള്ളം കണ്ടോ, അവിടെ കണ്ടെങ്കിൽ വെള്ളം നിൽക്കുന്നത് കണ്ടോ. ഡ്രെയിനേജൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ പൈപ്പ് ഇട്ടണ്, അവിടെ നിന്ന് വലിച്ചണ് കണ്ടോ. മോട്ടർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വെച്ച് വെള്ളം വലിച്ച് തീർക്കും. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞു. അവർക്കുള്ള സാധനം ഞാൻ വണ്ടി കൊണ്ടുപോയി വെച്ചു. പിന്നെ ഞാനൊരു ചോക്ലേറ്റ് വാങ്ങി. ഓക്കെ, ഓഫർ കാണുമ്പോൾ വാങ്ങി. എന്നാൽ അത് ഈ ശമ്പളം കിട്ടാത്തതുകൊണ്ട് ഇന്ന് തരാമെന്ന് പറഞ്ഞു, അതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ കുറച്ച് സാധനം വാങ്ങാൻ കഥ. അപ്പോൾ ഉള്ളത് ഒന്ന് ചോക്ലേറ്റ് വാങ്ങി പോന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുറവുമില്ല. ഓക്കെ, നല്ല മഴയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. കിട്ടില്ല ഉണ്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പോയോ? ഇല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയ്യുന്നുണ്ടല്ലോ. ഇല്ല, നിന്നിട്ടാ മഴ നിന്ന്. സമാധാനം ഇല്ലട്ടാ, മഴ അങ്ങനെ നിൽക്കൂല. മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പാറ്റുന്നുണ്ട്. മഴ കുറവുണ്ട്, ചെറുതായിട്ട് പാറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ഓക്കെ.